പറയും. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലേക്ക് അവരുടെ കൂടി മുതിർന്ന നേതാക്കന്മാരുടെ കൂടി അനുവാദത്തോടു കൂടിയാണ് ആ മാറ്റം വരുത്തിയിരുന്നത്. അവർ ഞങ്ങളുടെ ആലോചിച്ചിട്ടാണ് ഒരുമിച്ച് എടുത്തിരിക്കുന്ന തീരുമാനം. ഒരു നല്ല ലിസ്റ്റ് വരും. അല്ല, ഇന്ന് കൊടുക്കാൻ പറ്റും, ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റും. 24 മണിക്കൂറിൽ പട്ടിക പുറത്തു വരും. അതിപ്പോൾ നമ്മളങ്ങനെ പറയണത് AICCയിലേക്ക് നമ്മൾ കൊടുക്കുമല്ലേ. നിലവിൽ എന്തെങ്കിലും അനിശ്ചിതത്വം ഉണ്ടോ ഈ ചർച്ചകളിൽ? എന്തെങ്കിലും ഒന്നുമില്ല, ഒരു അനിശ്ചിതത്വമില്ല. KPCC പ്രസിഡന്റ് യാത്ര മാറ്റി എന്നോ? അല്ല, അതിപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഇന്ന് എങ്ങാനും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, AICC ഓഫീസൊക്കെ ഞായറാഴ്ച ഇതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ കൊടുക്കും. ഈ പൊതുമാനദണ്ഡത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അതൊക്കെ KPCC പ്രസിഡന്റ് നിങ്ങളോട് സംസാരിക്കും. കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല, മൈനറായിട്ടുള്ള ചില ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം നിങ്ങളോട് പറയും. അത് നമ്മളെല്ലാവരോടും സംസാരിച്ച് ചെറിയ കാര്യമായിട്ട് പറയാനുള്ള ഒരു വാർത്തയാകാനുള്ള സാധനമൊന്നുമില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ തൃപ്തരാണ് സംസാരിച്ചത്? ആയിരിക്കണമല്ലോ, കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല കമ്മിറ്റി വരണം, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാകണം. AICC നേതാക്കളുടെ പട്ടിക സമർപ്പിക്കും, ഇന്ന് തന്നെ സമർപ്പിക്കും. അദ്ദേഹം ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് Malayalam.news18.com.